ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചാരു സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കളർഫുൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി പരിപാടി, ഒരു ബോട്ടിലാട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അതിൽ പെട്ടെന്ന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വിഷമിക്കരുത് ആരും. ഞാൻ പതുക്കെ ചെയ്യാം, കാരണം ഇത്തിരി തിരക്കിലൊക്കെ പെട്ടുപോകുന്നതാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൂടെ വരാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലൂടെയും വരാം. പിന്നെ എനിക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു 3 സോസ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ബോട്ടിലാട്ടോ ഇത് എല്ലാവർക്കും അറിയാം. സോസ് ബോട്ടിൽ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിലാട്ടോ ഇത് ലിക്കർ ബോട്ടിലല്ല, എടുത്ത് പറയുന്നു. എല്ലാവരും പറയുന്നതാണ് ലിക്കർ ബോട്ടിൽ കിട്ടാനില്ലെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ബോട്ടിലായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 3 കുപ്പിയിൽ ചെയ്താലോ? ഇന്ന് 3 കുപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ 3 കുപ്പിയിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 3 ബോട്ടിലൊന്ന് ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഹോം മെയ്ഡ് ജെസ്സോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ഈ 3 ബോട്ടിലൊന്ന് ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് കൊടുത്ത് ഒന്ന് ഉണക്കിയെടുക്കണം. 1-2 കോട്ട് ബ്രഷ് കൊണ്ടോ സ്പോഞ്ച് കൊണ്ടോ ഒക്കെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഇത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക, അല്ലെങ്കിൽ ഫാനിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഉണക്കുക, അല്ലെങ്കിൽ എയർ ഡ്രയർ യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഓറഞ്ചും യെല്ലോയും കൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് കുപ്പിയുടെ പകുതി പോർഷൻ അതായത് സ്പോഞ്ച് കൊണ്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് എടുത്ത് പറയട്ടെ, പെയിൻറ്റ് അക്രിലിക് പെയിൻ്റ് ആണ്. എല്ലാവരും വീണ്ടും സംശയം ചോദിക്കുന്നത് ഇത് ഏത് പെയിൻറ്റാണ് എന്ന്. അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്ത്. ഫെവിഗ്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മെറ്റീരിയൽ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടു നോക്കുക. പിന്നെ യെല്ലോയും ഓറഞ്ചും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു കളർ കിട്ടൂലേ, ആ ഒരു മിക്സിങ് കളർ, അത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് നേരെ ഓറഞ്ചും യെല്ലോയും അപ്ലൈ ചെയ്യുന്നതിൻ്റെ കളറിനേക്കാൾ കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടി ആണ് ഞാൻ 2 കളറും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് യോജിച്ച് കൊടുത്തിട്ട്, അപ്പോൾ ഇപ്പോൾ ഞാൻ മഞ്ഞ ഒന്ന് കുറഞ്ഞു പോയി, അതായത് യെല്ലോ കുറഞ്ഞു പോയിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് യെല്ലോ ഇത്തിരി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി യെല്ലോയും ഓറഞ്ചും കൂടെ ഒന്നുകൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണേ. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിതിപ്പോൾ ഈ ഒരു രീതി ചെയ്താൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ മാറ്റി ചെയ്യാം. അപ്പോൾ സ്പോഞ്ച് കൊണ്ട് ഇത് മൊത്തത്തിലൊന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കളർ കൊടുത്തു കഴിഞ്ഞു. 2 കളറും കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഈ ഒരു കളർ അവിടെ ഇരിക്കട്ടെ, ആ കുപ്പി. ഇനി നമുക്ക് അടുത്തത് പച്ചയും ബ്ലൂ ആണ്, അതായത് ഗ്രീനും ബ്ലൂവും കൂടെ ഒന്ന് ചേർക്കണം. അതിനകത്ത് നേരെ ഗ്രീൻ അപ്ലൈ ചെയ്യാണ്. ഞാനിപ്പോൾ 2 കളർ നേരത്തെ യോജിപ്പിച്ച പോലെ ചെയ്യുന്നില്ല. നേരെ ഗ്രീൻ അപ്ലൈ ചെയ്തിട്ട് ബ്ലൂ മുകൾ ഭാഗത്തായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. കുറച്ചും കൂടെ കടുത്ത കളർ ഗ്രീൻ വേണമെങ്കിൽ ഓരോ ഷെയ്ഡ് ഉണ്ട് ഗ്രീന്, അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനൊരു എന്താ പറയുക, ഏലക്കൊക്കെ കൊടുക്കുന്ന ഒരു കളറാണ്, ഗ്രീനാണ് ചെയ്തിരിക്കണം. ഇനി ബ്ലൂ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ ഉപയോഗിക്കാം, സാധാരണ ബ്ലൂ ഉപയോഗിക്കാം. അപ്പോൾ ബ്ലൂവും ഗ്രീനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത്, കളർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ സ്പോഞ്ച് കൊണ്ടൊന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. പിന്നെ ഇനി അടുത്ത കുപ്പിയിൽ നമ്മൾ മജന്തയും പീച്ച് കളറും കൊടുക്കാൻ പോവാണ്. അപ്പോൾ മജന്ത ഒരു കോട്ടിന് പകരം 2 കോട്ടെങ്കിലും ചെയ്യണം, കാരണം ഈ ഒരു മജന്തയ്ക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല ഒരു കോട്ടിന്. എന്നിട്ട് പീച്ച് കളറാണ് കൊടുക്കാൻ പോകുന്നത് മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കുപ്പി ഉണക്കിയെടുക്കണം.
അപ്പോൾ ഈ 3 കുപ്പിയും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇപ്പം തന്നെ ഇതേ കളറ് കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഈ കുഞ്ഞൻ കുപ്പീനെ ഇതുപോലെ കളർ ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ വെക്കാം, നല്ല ഭംഗിയാണ്. ഇതിൽ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിക്കായിട്ട് ഞാനിവിടെ ഇല എടുത്തിട്ടുണ്ട്. ഇല എനിക്കൊന്ന് ലീഫിൻ്റെ പരിപാടി ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ലീഫ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് പെയിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ പെയിൻറ്റ്. അത് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. എടുത്ത് പറയുകയാണ് അക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇലയുടെ ബാക്ക് സൈഡിൽ ഞാനൊന്ന് സ്പോഞ്ച് കൊണ്ട് ആ പെയിൻറ്റ് അപ്ലൈ ചെയ്യാണ്. നമ്മൾ പെയിൻറ്റ് കൂടുതലായിട്ട് ഇലയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമ്മൾ പതിച്ച് വെക്കുമ്പോൾ അതിനുള്ളിലെ വെയിനൊക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് ഇല ഇത് പതിയെ കൈ കൊണ്ട് എടുത്തിട്ട് നമ്മൾ ആ 2 കളർ ജോയിൻ ചെയ്യില്ലേ, ആ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കവറോ അല്ലെങ്കിൽ സ്പോഞ്ചോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കോപ്പേഷൻ ഒക്കെ ചെയ്യണ പോലെ ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ പതിഞ്ഞ് നിൽക്കും. അതിന് വേണ്ടിയാണ്, നല്ല കറക്റ്റായിട്ട് ആ വെയിനൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതിയെ അങ്ങോട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് ചെയ്യരുത്, പതിയെ വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ആ ഇല പതിഞ്ഞ് കിട്ടി. ഒരു സ്റ്റെൻസിലൊക്കെ വെച്ച് ചെയ്യില്ല, ആ ഒരു രീതിയിലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 കുപ്പിയിലും ഇതുപോലെ ഒരില കൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല ഇല മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് കളറും മാറ്റി കൊടുത്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കളർ കോമ്പിനേഷനൊക്കെ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇല നന്നായിട്ട് പതിഞ്ഞിരിപ്പുണ്ട്. ഒരു സ്റ്റെൻസിൽ കൊണ്ട് എങ്ങനെയാണോ ചെയ്യണത് ആ ഒരു മെത്തേഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ലേ? എല്ലാവരും ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.